ഹായ് നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ കണ്ണവം എന്ന സ്ഥലത്താണ്. കണ്ണവം എന്ന സ്ഥലത്ത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം കണ്ണവം വനം അല്ലേ? അതെ, ആ കണ്ണവ വനത്തോടനുബന്ധിച്ചുള്ള ഒരു സ്ഥലത്താണ്. അതായത് കൂത്തുപറമ്പ് നെടുമ്പേൽ റൂട്ടിൽ, അതായത് ഈ കാണുന്ന കൂത്തുപറമ്പ് നെടുമ്പേൽ റോഡാണ് ഈ കാണുന്നത്. അതിൻ്റെ എടയാർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഒരു വിഷ്ണു ക്ഷേത്രമാണ് ശ്രീ നാരായണമംഗലം വിഷ്ണു ക്ഷേത്രം. അപ്പോൾ ഇവിടെയുള്ള ചരിത്രവും പ്രാധാന്യവും നിറഞ്ഞ ഈ ക്ഷേത്രം കുറച്ച് നമ്മളെ കൊണ്ട് കഴിയുന്ന തരത്തിൽ നമ്മളത് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഈ കാണുന്നത്. കണ്ടോ, ഇതാണ് മെയിൻ കവാടം. ഈ കവാടത്തിൽ നിന്ന് ഇങ്ങനെ കയറി ഇറങ്ങി ഈ സ്റ്റെപ്പ് വഴി ഇങ്ങനെ താഴോട്ട് പോയി കഴിഞ്ഞിട്ടാകുമ്പോൾ ഇത് തൂക്കുപാലാണ്. ഈ തൂക്കുപാലം ഇപ്പോൾ ഉപയോഗശൂന്യമാണ്, ഉപയോഗിക്കാൻ പറ്റത്തില്ല, ചെറിയ തകരാറുള്ളതുകൊണ്ട്. അപ്പോൾ പിന്നെ ഈ പുഴ കടന്നിട്ട് വേണം. പുഴയിലെന്ന് പറഞ്ഞാൽ ഇപ്പം വെള്ളമില്ല, മുട്ടിന് താഴെ കാൽപാദത്തിന് അടുപ്പിച്ചിട്ടേ വെള്ളമുള്ളൂ. അത് കടന്നു കഴിഞ്ഞാൽ ക്ഷേത്രത്തിലെത്താം. ഇത് ആ കാണുന്നതാണ് ക്ഷേത്രം. അപ്പം ഇവിടെ കുറച്ച് മാറിയിട്ട് ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നു, കോൺക്രീറ്റ് പാലം. അതെല്ലാം കഴിഞ്ഞ മഴക്ക് ഉരുൾപൊട്ടലിൽ എല്ലാം നശിച്ചു പോയി. അതങ്ങ് പാടെ പൊട്ടി തകർന്നു പോയി. അപ്പോൾ ഇവിടെ പാലം വളരെ അത്യാവശ്യമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പിറകുവശം ഒരുപാട് കുടുംബങ്ങളുണ്ട്. അപ്പം അവർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. പാലം എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കണം എന്നാണ് ഈ നാട്ടുകാരുടെ ആവശ്യം. കൂടാതെ ഈ ക്ഷേത്രവും ഉണ്ടല്ലോ, അപ്പം ഒരുപാട് ഭക്തജനങ്ങൾ വരുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു പാലം, കോൺക്രീറ്റ് പാലം, നല്ല രൂപമായിട്ടുള്ള പാലം അവിടത്തേക്ക് എത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ, ഈ ക്ഷേത്രത്തിനെ പറ്റിയുള്ള കാഴ്ചകളും നമുക്കിതിലേ കൂടി കാണാം. ഓക്കെ, എന്നാൽ പിന്നെ എല്ലാവരും വരും. അങ്ങനെ ഞങ്ങൾ ആ ക്ഷേത്രത്തിൻ്റെ കവാടത്തിൻ്റെ അടുത്തെത്തി. അതായത് മെയിൻ റോഡിൻ്റെ അവിടെ നിന്ന് കാണാം ശ്രീ ഉണ്ടോ അവിടെ ബോർഡ്, നാരായണമംഗലം വിഷ്ണു ക്ഷേത്രം. ഫോൺ നമ്പറുണ്ട്, സന്താന ഗോപാലമൂർത്തി, ഇടയാർ, നാരായണമംഗലത്ത്. നല്ല അടിപൊളി ഗോപുരമാണ്. അത് കടന്ന് അത് റോഡുമെന്ന് കാണും. റോഡുമല്ല, മെയിൻ റോഡിൽ നിന്ന് ആർച്ചുണ്ട്. അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളി, എന്താ പറയണ്ടേ, പല സൈസ് മരങ്ങൾ, കാടല്ലേ, വള്ളികളും. അതിൻ്റെ മുകളിൽ നിറയെ കുരങ്ങന്മാരുണ്ട് കേട്ടോ. കുരങ്ങന്മാർ ശ്രദ്ധിക്കണം. ഫോണിൻ്റെ നമ്മൾ വീഡിയോ ഫോട്ടോ എടുക്കുമ്പം ചിലപ്പോൾ അവർ തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. പിന്നെ മേലോട്ട് നോക്കേണ്ടി വരും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ആ ഇതിലേക്ക് കടന്നു കഴിഞ്ഞാൽ താഴോട്ട് നോക്കുമ്പോൾ പിന്നെ സ്റ്റെപ്പാണ്. പിന്നെ താഴെ ചെറിയ അരുവിയല്ലേ, പുഴ പോലത്തെ. അതിൻ്റെ കുറുകെയാണ് പാലം, നേരെ അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക്. ഈ പാലം താൽക്കാലികമായിട്ട് ഉപയോഗമില്ല, കാരണം അത് ശോചനീയാവസ്ഥയാണ്, പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അക്കരെ കടക്കണ്ടെങ്കിൽ വേറെ വഴിയിലേക്ക് കൂടി പോകണം, അല്ലാതെ വേറെ വഴിയില്ല മഴക്കാലത്ത്. അപ്പോൾ മഴക്കാലത്താകുമ്പോൾ വെള്ളം ഇതായി ഇങ്ങ് മേലെ കാണുന്ന സ്റ്റെപ്പ് വരെ കാണും. ഞാനിപ്പോൾ നിന്ന് ആ സ്ഥലത്ത് കാണും. അപ്പോൾ അങ്ങനെ ഞാൻ എന്താക്കി, ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോയി. അപ്പം വെള്ളമില്ല തന്നെ പറയാം. നമ്മളെ ഈ കാലിൻ്റെ പാദത്തിൻ്റെ ആ ലെവലിലേ ഉള്ളൂ വെള്ളം, അത്രേ ഉള്ളൂ. ചില സ്ഥലത്ത് ആഴമുണ്ട്, എന്നാലും വലിയ ആഴമെന്ന് പറയാനൊന്നുമില്ല. അങ്ങനെ ഇതാ ഇപ്പോൾ ഈ കണ്ട ഈ സ്ഥലങ്ങളെല്ലാം വെള്ളം കയറുന്ന സ്ഥലങ്ങളാണ്. മഴക്കാലത്തെല്ലാം നിറയെ വെള്ളം. ഇതൊരു വഴിയാണ്. നല്ല അത്രയും മനോഹരമായ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണിത്. രാവിലെ സൂര്യൻ്റെ വെളിച്ചം ആ മരത്തിൻ്റെ ഗ്യാപ്പിലേക്ക് കൂടി ഇങ്ങനെ വീഴുമ്പോൾ ഒരു ഭംഗിയുണ്ടല്ലോ, ഓ, അത് പറഞ്ഞറിയിക്കാൻ വയ്യ. അത് കണ്ട് ആസ്വദിക്കാൻ തന്നെ വേണം. അപ്പോൾ എല്ലാവരും ഇവിടെ വരാൻ ശ്രമിക്കും കേട്ടോ. ഫോട്ടോഷൂട്ടിനും ഫോട്ടോ എടുക്കാനും വീഡിയോനെല്ലാം പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് ഇത്. ഈ സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അങ്ങനെ ഭാഗം പിന്നെ പറയേ വേണ്ട. അങ്ങോട്ട് വെയിലടിക്കുമ്പം മരത്തിൻ്റെ തണലും ഒരു സൈഡ് വെയിലും അപ്പുറം, എന്താ ഭംഗി. വേറെ ഒന്നും നമ്മൾ ചുറ്റും കാണൂല. അവിടെ തന്നെ നിന്ന് പോകും. ശാന്തത, ഈ വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ കുളുകുളുകുളുകുളുന്ന സൗണ്ടും ശാന്തതയും അതിമനോഹരമായ പ്രദേശമാണിത്. ഒട്ടേറെ പേർ ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. അതുകൂടാതെ ക്ഷേത്രത്തിൽ അങ്ങ് കാണുന്ന ക്ഷേത്രമാണ് കേട്ടോ. അത് ഈ ചെറിയ പുഴ കടന്നിട്ട് അപ്പുറത്തേക്ക് എത്തണം. അതിനാണ് മേൽപ്പാലം കേട്ടോ. ഒരു നീളത്തിൽ കണ്ട മേൽപ്പാലം, തൂക്കുപാലം. അതിപ്പോൾ ശോചനീയാവസ്ഥയിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. കണ്ട വെള്ളത്തിൻ്റെ ആ ഒരു
ഭംഗി. നല്ല ശുദ്ധ വെള്ളമാണ് കേട്ടോ, അടിപൊളി വെള്ളമാണ്. മലയിൽ വരുന്ന വെള്ളമല്ലേ, പറക്കട്ടിൻ്റെ ഇടയിൽ നിന്ന് അതിസുന്ദരമായ വെള്ളമാണ്. ആ സൂര്യപ്രകാശം അടിക്കുമ്പോൾ എന്തൊരു ഭംഗിയാണെന്നറിയാം അത് കാണാൻ വേണ്ടിയിട്ട്. ഒന്നും പറയാനില്ല, വേറെ അതുപോലെ തന്നെ ഒരു സൈഡ് ഞങ്ങൾ ആ പുഴ നീന്തിയിട്ടല്ല നടന്നിട്ട് ഇക്കരെ എത്തി. വലിയ ദൂരമൊന്നുമില്ല അക്കരെ നിന്ന് ഇക്കരെ വരെ. മഴക്കണ്ടെങ്കിൽ വെള്ളം കയറും, വലിയ പ്രയാസമാണ്. അങ്ങനെ ഇക്കരയിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് കിടക്കുന്നു. ഇവിടുന്ന് നമ്മൾ വന്ന വഴിക്ക് ക്യാമറ തിരിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഭംഗി വേറെ തന്നെയാണ് കേട്ടോ. ശാന്തസുന്ദരമായ പ്രദേശം, അത് വേറെ ലെവൽ ആണ്. അങ്ങനെ ക്ഷേത്ര നടയിലേക്ക് കയറുവാണ്. സൂര്യൻ അങ്ങനെ ഉദിച്ചുയരുന്നുണ്ട്. ഉദിച്ചുയർന്ന് കഴിഞ്ഞു. നമ്മൾ അവിടെ എത്തുമ്പോൾ 11 മണിയായി. ഇതവർ പഴയൊരു ബോർഡാണ് ക്ഷേത്രത്തിൻ്റെ. പെയിൻ്റെല്ലാം പോയി, അത് പുതുക്കി പണിയണം. ശ്രീനാരായണം. അവിടെ നിന്ന് നമ്മൾ പോയപ്പോൾ ഒരു വിവാഹം ഉണ്ടേനും കേട്ടോ. വിവാഹത്തിൻ്റെ തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട്. നല്ല ഒരു പുരാതനമായ ക്ഷേത്രമാണിത്. ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്ത് രക്ഷപ്പെട്ട ഒരു അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണിത്. ധ്വജസ്തംഭം, തൈലാദിവാസം, ഒരു കുടം തൈലം സമർപ്പണം, നാരായണമംഗലം ക്ഷേത്രം. അതിൽ അത്ര വലിയ ക്ഷേത്രമൊന്നും പറയാൻ പറ്റില്ല, എന്നിരുന്നാലും നല്ല ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള മനോഹരമായ പ്രകൃതി രമണീയമായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ്. ഈ കൊടിമരം അടുത്ത് സ്ഥാപിച്ചിട്ടുള്ളതാണ്. പുതിയൊരു കൊടിമരമാണ്. കണ്ടോ, സന്താന ഗോപുരമത്തി. ഇത് 5 ഇല്ലം കുടുംബക്ഷേത്രമാണ്. ഈ ക്ഷേത്രം 5 ഇല്ലക്കാരുടെ കുടുംബക്ഷേത്രമാണ്. അപ്പോൾ ആ കാലഘട്ടം ഒന്ന് ചിന്തിക്കാം അല്ലേ. ഒരുപാട് വർഷം പിറകോട്ടൊന്ന് ആലോചിച്ച് പോകും. ആ കാലഘട്ടവും ഈ സ്ഥലങ്ങളും. ഈ ക്ഷേത്രത്തിന് ചുറ്റും കാടുകളാവില്ല, പേരും കാടുകളാണ്. ഇപ്പം കാട് തന്നെയാണ് കാണുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ബാക്കി 3 വശങ്ങളിലും പേരും കാടുകളാണ്. ഇത് അങ്ങോട്ട്. പക്ഷേ ഈ കാടിൻ്റെ കുറേ അങ്ങോട്ടേക്ക് ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. ഒരുപാട് മനുഷ്യർ താമസിക്കുന്നുണ്ട്. ചുറ്റും കാടാണ്, പേരും കാടാണ്. വൈരികാതകൻ ഭഗവതിയാണ് ഈ കാണുന്നത്. അത് ഈ ക്ഷേത്രത്തിന് പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. ശാന്തസുന്ദരമായ പ്രദേശമാണ്. ഈ വൈകുന്നേരങ്ങളിലെല്ലാം ഒരു പ്രത്യേക ഒരു ഫീലാണ്. അതുപോലെ തന്നെ രാവിലെ എല്ലാം. അതുപോലെ തന്നെ ഈ കാട് കണ്ടോ, ഈ ക്ഷേത്രത്തിൻ്റെ നേരെ എതിർവശം പച്ചപ്പ് നിറഞ്ഞ പെരും കാടാണ്. പ്രകൃതിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ ഇവിടെ കേൾക്കാൻ. വേറെ ഭൗതികപരമായിട്ടുള്ള ഒന്നും തന്നെയില്ല. അതുപോലെ തന്നെ ഇഷ്ടംപോലെ പക്ഷികളുണ്ട്, അണ്ണാർ കണ്ണനുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ ജീവജാലങ്ങളും ഉണ്ട് ഇവിടെ. കുരങ്ങന്മാർ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ ദൂരെ നിന്ന് വീഡിയോ എടുത്തു ക്ഷേത്രത്തിൻ്റെ കൊടിമരത്തിൻ്റെ. അത് കാണിച്ചത് ചുറ്റും കാടുകളാണെന്നുള്ള കാണിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. ഇതിങ്ങ് മേലെ കയറിയിട്ട് അങ്ങനെ നമ്മൾ അവിടുന്ന് താഴോട്ടേക്ക് വീണ്ടും വന്നു ക്ഷേത്രത്തിൻ്റെ മുറ്റത്തെത്തി. അപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നാണ് ഇവിടെ സപ്താഹം കഴിഞ്ഞത്. എല്ലാ വർഷവും ഇവിടെ സപ്താഹം ഉണ്ടായിട്ടുണ്ട്. ഇത് ബ്രഹ്മരക്ഷസിൻ്റെ ഇതാണ്. അപ്പോൾ സപ്താഹം എല്ലാ വർഷവും ജനുവരി മാസങ്ങളിൽ ഉണ്ടാകാറുണ്ട് എന്നാണ് പറഞ്ഞത്. എല്ലാ വർഷവും ഉണ്ടാകാറുണ്ട്. അനേകം പേര് ഈ ക്ഷേത്രങ്ങളിൽ വരാറുണ്ട്. ഒരുപാട് ഐതിഹ്യങ്ങൾ നിറഞ്ഞ ഒരു ക്ഷേത്രമാണ്. ഇതെല്ലാവരും ജനങ്ങളിലേക്ക് എത്തിക്കുക. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം ഈ ക്ഷേത്രത്തെ ഉള്ള വീഡിയോ. നല്ലൊരു പൂന്തോട്ടമുണ്ട് കേട്ടോ നമ്മുടെ ക്ഷേത്രത്തിൽ. അത് മനോഹരമായിട്ട് അത് നട്ടു വളർത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. അങ്ങനെ ആയിരിക്കണം, പ്രകൃതിയോട് ഇണങ്ങിച്ചേരണം മനുഷ്യർ.
അങ്ങനെ ആകുമ്പോൾ അതിനൊരു ഭംഗിയുണ്ടാവത്തുള്ളൂ. പിന്നെ ക്ഷേത്ര ദർശന സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 6:30 മുതൽ 9:30 വരെ, വൈകുന്നേരം 5 മുതൽ 6:30 വരെയാണ് സമയം. പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യമെല്ലാം അതിൽ ആ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഓഫീസിൻ്റെ പുറത്താണുള്ളത് ബോർഡ്. അതുപോലെ തന്നെ നമ്മുടെ എന്തെല്ലാം വഴിപാട് കഴിക്കേണ്ടത് അതിൻ്റെ നോട്ടീസ് ബോർഡുണ്ട് ഇവിടെ. സന്താനഗോപാല ഇതാണ് മെയിനായിട്ട് ഇവിടെ പറയുന്നത്. വിവാഹത്തിൻ്റെ അതിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1000-ഓളം വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ്. പഴശ്ശിരാജാവിൻ്റെ പടയോട്ടത്തിൽ കാശം പോയിട്ടതായത് ഇവിടെ. പണ്ട് അമ്പലത്തിൽ ഉള്ള നടക്കാറുണ്ട്. സപ്താഹം കൊല്ലത്തിൽ നടത്താറുണ്ട്. ഉത്സവം നടക്കും. കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് വഴി തുക്കിലങ്ങാടി, ചിറ്റാരിപ്പറമ്പ്, കണ്ണവം കഴിഞ്ഞ് എടയാർ, കൊളയാട് പഞ്ചായത്തിലെ എടയാർ എന്ന സ്ഥലത്താണ് നാരായണത്ത് അമ്പലം. 4 മൂർത്തികൾ ഇവിടെ വരികാതകൻ ഭഗവതിൻ്റെ സ്ഥിതി ചെയ്യുന്ന അമ്പലമാണ്. പുരാതന കാലം തൊട്ടേ ഉള്ളതാണ്. ദേവസ്വത്തിൻ്റെ കുടുംബത്തിൻ്റെ അമ്പലമാണ് നാരായണത്ത്. അഞ്ചില്ലം കുടുംബക്ഷേത്രം. ആൾക്കാർ ഇഷ്ടം പോലെ ഡെയിലി വരുത്തുന്നുണ്ട്. നല്ലൊരു പ്രാർത്ഥിച്ച അതിൻ്റെ ഗുണം കിട്ടുന്നൊരു അമ്പലം കൂടിയാണ്. ഇതിൻ്റെ പ്രതിഷ്ഠ വിഷ്ണുവിൻ്റെ കല്യാണം നടക്കലുണ്ട്. സന്താനം ആകാത്തവർക്ക് അങ്ങനെ എല്ലാ കണ്ണൂർ ജില്ലയിലെ പുറത്തുനിന്നും ആൾക്കാർ ഇഷ്ടം പോലെ വരുത്തുന്നുണ്ട്. പ്രധാനപ്പെട്ട രാവിലെ വൈകുന്നേരം ഇവിടെ 10 മണി രാവിലെ, വൈകുന്നേരം 7 മണി വരെ. പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ ഉത്സവവും പിന്നെ സപ്താഹവും നടക്കും കൊല്ലത്തിൽ നടക്കും. നല്ല ആൾക്കാർ. ഏത് മാസമാണ് അത്? കഴിഞ്ഞ ഇപ്പോൾ ജനുവരിയിൽ. ഇനി അടുത്ത ഡിസംബർ ലാസ്റ്റ്, ജനുവരി ഫസ്റ്റ്, അടുത്ത വർഷമാണ് കൊല്ലത്തിനങ്ങോട്ട് ഉത്സവം നടക്കും. ഉത്സവം അതേത് മാസം? അത് ശരത്ത് അറിയില്ല. ഉണ്ടാക്കിയിട്ടുണ്ട് കൊടിമരം. കണ്ടു. നല്ല ഇവിടുത്തെ ഉത്സവം ഏത് മാസമാണ് പറഞ്ഞത്? ഫെബ്രുവരി മാർച്ച്. കറക്റ്റ് ഡേറ്റ് ഉണ്ടാവില്ല. ഇവര് നോക്കിയിട്ട് കല്യാണങ്ങൾ ദിവസം നടക്കും. ഇന്നും കല്യാണം നടക്കുന്നുണ്ട്. അത് ശരി. അതിൻ്റെ ഓഡിറ്റോറിയം കാര്യങ്ങളെല്ലാം സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഭക്ഷണത്തിൻ്റെ സപ്താഹത്തിന് എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ട്. രാവിലെ വൈകിട്ട് ഉച്ചക്കൊല്ലം. രാവിലെ ഇപ്പം പായസം ഉണ്ടാവും. വഴിപാടായിട്ടുണ്ട്. അതെ അതെ. ഇത് ലോകത്ത് അറിയട്ടല്ലേ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളുള്ളതും. കാടിന്റെ ഫോറസ്റ്റിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ക്ഷേത്രം കേരളത്തിൽ തന്നെ. ഇത് കണ്ണവം വനത്തിന്റെ അല്ലേ? അതിലല്ലേ വരുക? പുഴയുണ്ട്. അതെ. അപ്പോൾ ഇതിപ്പോൾ ഈ പാലം ഒലിച്ചു പോയത് മുന്നേ 3-4 കൊല്ലം മുന്നേ ഉള്ള ആ സമയത്ത് പ്രളയത്തിലാണ്. ഏത് കഴിഞ്ഞെന്ന് പറയുമ്പോൾ 2-3 കൊല്ലം മുന്നേ ഉള്ളു. ആ സമയത്ത് വന്നത് അല്ലേ? ഓഹോ. ഓ അത് ശരി. അങ്ങനെ വന്നതല്ലേ? ഈ കാട്ടിലുള്ള അല്ലേ? അത് ശരി. അതിനുശേഷം ഇവിടെ പുതിയതായിട്ട് പാലം ഇപ്പൊ ശരിയായ ഒരു പാലം വേണം അല്ലേ? നല്ലൊരു പാലം വേണം. പെട്ടെന്ന് നടപ്പിലാക്കി. വണ്ടി വേണ്ട ഒരു പാലം. അതെ 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 അതെ. അധികാരികൾ ശ്രദ്ധപ്പെടുത്തിയിട്ട്. അതെ. വേറെ വഴിയില്ല. കുറെ കുട്ടികൾ സ്കൂളിൽ പോകാനുണ്ട്. അപ്പൊ ഈ മഴക്കാലത്ത് വളരെ ബുദ്ധിമുട്ടാണ്. അല്ലെ കണ്ണവും പോയി ചുറ്റി പോകണം. ആശുപത്രിയത്തെ നല്ല റോഡും ഇല്ല. ഇത് നല്ല റോഡാ. അതെല്ലാം വേഗം പ്രാവർത്തികമാകട്ടെ. എൻ്റെ പേര് സുരേഷ് കുമാർ. എൻ്റെ വീട് അടുത്ത് തന്നെയാണ്. ഞായറാഴ്ച എപ്പോൾ ദിവസത്തിൽ ഇവിടെ വരും. വൈകുന്നേരം വരുന്നുണ്ട്. സപ്താഹത്തിന് ഉണ്ടാകലുണ്ട്. അപ്പം നമ്മൾ അതിനുശേഷം ഈ ക്ഷേത്രത്തിന് നിന്ന് മടങ്ങി വീണ്ടും കാഴ്ചയിലേക്ക് നീങ്ങി. ശാന്തസുന്ദരമായ പ്രദേശത്തെ നമ്മുടെ വീഡിയോ കണ്ണുകൾ കൂപ്പിയെടുത്തു.